വിചാരിച്ച് ഫിഷ് ബിരിയാണി വെക്കാണ്. ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഒരാൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വെള്ളം എന്താ കൊടുക്കണത്. നമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഞാൻ ഇങ്ങനെ നല്ലായിരുന്നു. ആ ശരിയില്ല, ഞാൻ പറഞ്ഞത് ഞാൻ യോജിക്കുന്നില്ല. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ ഏതായാലും രാവിലെ 5 മണിക്കെങ്ങാനും എണീച്ചിക്കണ ഗൈസ്. കാരണം ഇന്നലെ രാത്രി ഞാൻ പെട്ടെന്ന് കിടന്നു. ഒരു 10 മണി ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന ഒരു 1-2 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് കിടന്നത്. ഇന്നലെ അത് നേരത്തെ കിടന്നത് കൊണ്ട് നേരത്തെ എണീച്ച് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റായി. സംഭവം അടിപൊളിയാണ് കേട്ടോ. നേരത്തെ കിടന്നു കഴിഞ്ഞാൽ എണീക്കാനൊക്കെ നല്ല വൈബാണ്. കാരണം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുറെ ടൈം ഉണ്ടാവും. നമ്മളൊരു 8-9 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുമ്പോൾ നമുക്ക് തീരെ ടൈം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ സംഭവം പൊളിയാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് ഈ ടൈമൊക്കെ ഒരു 5 മണിയ ടൈമൊക്കെ കാണുന്നത്. ഇല്ലെങ്കിൽ ഒരു 7-8-6 ഇഞ്ചാവും എണീക്കാൻ. കാരണം രാത്രി കെടുക്കുമ്പോൾ ലേറ്റ് ആവും കെടുക്കാൻ, ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട്. അത് മാത്രമല്ല, പിന്നെ ഇപ്പം വെറുതെ ഫോണിൽ ഇങ്ങനെ കളിച്ചിങ്ങാണ്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉറക്ക് വരില്ല. അപ്പോൾ ഫോണിൽ ഇങ്ങനെ കളിച്ച് അതിങ്ങനെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തഴങ്ങിപ്പോയി. അതിനെ കൊണ്ടായിരിക്കും. ഏതായാലും നേരത്തെ കിടന്നപ്പോൾ നല്ല അടിപൊളി. എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ കിടക്കാന്ന് വിചാരിച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ എണീച്ച്. ആവശ്യമൊന്നും തരെ എണീച്ചില്ല കേട്ടോ. ആവശ്യമൊന്നും എണീക്കാൻ കഴിഞ്ഞില്ല. ആവശ്യം എണീക്കാനുള്ള ടൈമാണേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചോദിക്കുക ആവശ്യം ഇടാന്ന്. അതിനെ കൊണ്ട് പറയേണ്ടതാ. ആവശ്യമൊക്കെ ഉറക്കിലാണ് ഗൈസ്. ഉറങ്ങാണ്. അപ്പൊ ഏതായാലും ഗൈസ്, ഇന്ന് നമ്മളെ വീട്ടിലേക്ക് പിന്നെ ഷെമീന്റെ കുറച്ച് ടീമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടീം വരികയാണെങ്കിൽ വലിയ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കലില്ല. ഷെമീന്റെ ടീം വരുന്നത് കൊണ്ട് ഭയങ്കര ഫുഡും കാര്യങ്ങളും, ഒരു വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കലാണ്. ഷെമിയായി എന്താണ് പത്തിരി കുഴക്കൽ പരിപാടിയിലാണ് ഇപ്പൊ. ഒരു സ്വഭാവമുണ്ട്, ഞങ്ങനെ കുറച്ച് കിടക്കണം വിചാരിച്ചാല് ഓക്ക് കിടക്കണം. മോത്തൊക്കെ ഇതാക്കണ പത്തിരിപ്പൊടി പൗഡർ അല്ല, തീരെ പൗഡർ ഈ വർഷം തീരെ യൂസ് ചെയ്യാത്ത ഒരാള് ഷെമിയുള്ളൂ കേട്ടോ. അവള് പൗഡർ യൂസ് ചെയ്യൂല. എന്ത് ഇപ്പൊ യൂസ് ചെയ്യല്ലോ പൗഡർ തുടങ്ങിക്കണോ? പൗഡർ തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചൊന്നും ഇല്ലാന്ന് പറയാന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവള് ഇന്നെ കൂട്ടാണ്ട് കുറച്ച് ക്രീമൊക്കെ എടുത്ത് മുഖത്ത് തേക്കാൻ തുടങ്ങിക്കണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. കാരണം ഭയങ്കര ലുക്ക് അയക്കണേ അല്ലേ? ഇടയ്ക്കോ ഉണ്ടില്ല, സംസാരിക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ എന്താ വെളിച്ചെണ്ണ കാണാൻ കുറച്ച് ചോദിക്കിട്ടോ. എനിക്കറിയാലോ വെളിച്ചെണ്ണന്റെ വില. നല്ല സോഫ്റ്റ് ആവും വെളിച്ചെണ്ണ. അങ്ങനെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വിരുന്നാര് വരുന്നതിലേക്ക് എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചേ? എന്തൊക്കെ ഉണ്ടാക്കേണ്ടിയെന്നൊരു ഐഡിയ അല്ല. അങ്ങനത്തെ ഒരു ടീമാണ്. പിന്നെ വരും പറഞ്ഞ് പറ്റിക്കുന്ന പോലും ആണാക്കി തോന്നി. വരാണ്ട് നാളിലേക്കൂലേ? എനിക്കറിയില്ല, എന്റെ ടീമല്ലേ, എന്റെ ടീമല്ലല്ലോ. സുഖമില്ലാത്ത ഞാൻ ഇന്നലെ ഓരോ സമയം വിചാരിച്ച് ഫിഷ് ബിരിയാണി വെക്കാണ്. പിന്നെ ഓലെ പറ്റിക്കല് കണ്ടപ്പോ പിന്നെ വെക്കൂല. അല്ല, പറ്റിച്ചതല്ലല്ലോ. പിന്നെ എന്റെ ടീമിനെ ഞങ്ങൾ അത്ര ഞാനും എന്താ പറയാ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. എന്റെ ടീം എപ്പോ വരൂലെന്ന് നമ്മൾ പറയാൻ പറ്റൂല കേട്ടോ. അല്ല, ഓൾക്ക് എന്തോ പരിപാടി ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരാന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഓലടുത്ത് മറന്നോ അല്ലെ, തൊട്ടടുത്ത് മാരേജ് ഉള്ള കല്യാണമുള്ള കാര്യം ഓലടുത്ത് മറന്നു അല്ലെ. അങ്ങനെ ഒരു കല്യാണത്തിന് പോയി. പിന്നെ ഇന്നലെ നല്ല ഫിഷ് ഒന്നും കിട്ടിയില്ല. ഞങ്ങള് ബീഫ് വരട്ടയും ചിക്കൻ ബിരിയാണി വെക്കാൻ വിചാരിച്ചു. ബീഫ് വരട്ട ചിക്കൻ ബിരിയാണിയാ? ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്? പൊരിച്ചിട്ടല്ലേ ടേസ്റ്റ് ഉണ്ടാകുക? അല്ല, എന്റെ ടീമല്ലേ വരുന്നേ. എന്റെ ടീമിന്റെ ഒന്നും നോക്കണ്ട. എന്റെ ടീമിന്റെ പറഞ്ഞാണ്ട് ഓന് ടേസ്റ്റ് ഉള്ളത് തിന്നാന്. അല്ല, നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല വൃത്തി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഏതായാലും ഗൈസ് ഫുഡ് ഉണ്ടാക്കുകയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാല് മെനിയാന്ന് മീൻ വാങ്ങിന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫ്രഷ് മീനായി കിട്ടിയത്. അപ്പൊ ഇന്നലെ ഞാൻ പോയപ്പം ഫ്രഷ് മീനല്ല. ഫ്രഷ് അല്ലെങ്കിൽ പിന്നെ മീൻ ഒരു സാധനത്തിനും പറ്റൂല. ഫ്രഷ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടല്ലോ. എത്ര നന്നാക്കി വെച്ച് കഴിഞ്ഞാലും മീന് നല്ലതല്ലെങ്കിൽ ആ മീനിന്റെ ആ ഒരു വൈബ് അങ്ങ് പോയി കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീൻ ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഏതായാലും ഇതാക്കണ ബീഫ് ഇതാക്കണ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി വെച്ചോ? അപ്പൊ ഇതെന്താ? ചിക്കനല്ലേ? ഓക്കെ, അപ്പൊ ബീഫ് ഇതാക്കി കഴുകി വെച്ചിരിക്കുന്നത് നമ്മളെ വരട്ടാനുള്ള ബീഫ് അന്നെ കഴിക്കും. ഇത് അങ്ങനെയൊക്കെ അല്ലേ? ഒരു പോത്തിനെ നോക്കി ഞാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതിനകത്തൊന്നും അല്ല. പിന്നെന്താ പരിപാടി? വെള്ളം എന്താ കൊടുക്കണേ?
ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഒരാൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വെള്ളം എന്താ കൊടുക്കണത്, പിന്നെ ഫുഡ് എന്താ ഉണ്ടാക്കുക. സാധാരണ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളാണ് കൂടുതലും ഇങ്ങനെയൊക്കെ ചോദിക്കലെന്ന് അല്ലേ. പക്ഷെ ഇവിടെ ഞാൻ ഓളോട് ചോദിക്കുക എന്താ നമ്മൾ കൊടുക്കുക. കാരണം ഇവക്ക് അത്രയും ഉത്തരവാദിത്തമുള്ള ഒരാളായത് കൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പക്വത കുറവുണ്ടോന്ന്. അങ്ങനെ പറയുന്നുണ്ട് ഷിമി. ഓലോട് എനിക്ക് എന്താ പറയാനുള്ളത്? പക്വത ചിലനൊക്കെ നല്ല പക്വത. അതല്ല ചെലൈനും അല്ല, മൊത്തത്തിൽ പറയും എല്ലാം തികഞ്ഞ ആളുണ്ടാവില്ല. ഇതൊരു 3/4 ഭാഗം പക്വത കുറവാ. പക്വത കുറവോ? കണ്ടില്ലേ, കുറവാണ്. നിങ്ങൾ പറയുമ്പോൾ തന്നെയാണ് ഷെമി പറയുന്നത്. അപ്പൊ എനിക്ക് ആ കാര്യത്തില് ഒന്നും പറയാനില്ല. നിങ്ങൾ ക്ഷമിക്ക് അല്ലേ. ഇതെന്തിനാ അങ്ങനെ ചൂടാക്കണ ഇപ്പൊ? വല്ലപ്പോഴും ഒന്ന് ചൂടാക്കിയാല് ബീഫിന് നല്ല കറുപ്പ് കളർ കിട്ടും. ഇന്ത കട്ടിങ്ങാരെ ബീഫ് വരട്ടാൻ പോണ ഷെമിന്റെ എന്റെ അച്ചായ ഇവിടെ ബീഫ് വരട്ടിയത്. ഏതായാലും കഴിക്കുമ്പോ നോക്ക എന്തൊക്കെ ആവുന്നുള്ളത്. എന്താ ബീഫ് എന്താ വരട്ടണേ? ബീഫ് മല്ലിപ്പൊടി എല്ലാം പൊടികളും ഒന്ന് ചൂടാക്കിട്ട് ഇത് ചൂടാക്കലോ? ആദ്യം ചൂടാക്കലുണ്ട്. ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കണേ. ഞാൻ ആദ്യം കിച്ചണിലേക്ക് തന്നെ കയറില്ലേ. നമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഞാൻ ഇങ്ങനെ നല്ലായിരുന്നു. എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. അപമാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിംഗ് കാര്യങ്ങളൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണലും ഞാൻ കുക്കിംഗ് വീഡിയോസ് ആണ്. കാരണം മലയാളം എല്ലാം കാണല് കേട്ടോ, ഇംഗ്ലീഷൊക്കെ കാണല്. എന്താ പറയാ, ഒരു ഫുള്ള് അതെ. അത് മാത്രല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇംഗ്ലീഷിലാവുമ്പോ നല്ല വലിയ ബീഫിനെയൊക്കെ ഇങ്ങനെ പോത്തിനെയൊക്കെ ഇങ്ങനെ അറക്കണോ അല്ല അറക്കണോ. പിന്നെ എന്ന് വെച്ചാല് അറക്കണ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. കാരണം കോപ്പിറൈറ്റും പിന്നെ അതൊന്നും നമ്മുടെ യൂട്യൂബിന് എതിരാണ്. അങ്ങനെ ബ്ലഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം അധികം അങ്ങനെ കാണിക്കാൻ പറ്റൂലെങ്കിൽ ഒരു ഫുള്ള് ബീഫിനെയൊക്കെ എടുത്തും കയറ്റി ഇങ്ങനെ ആക്കണത് കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്. പുറത്തുള്ള വീഡിയോസുകൾ കാണാൻ. പിന്നെ ഫിറോസ് ഖാന്റെ വീഡിയോസിലും ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു ഫുള്ള് ബീഫൊക്കെ ഉണ്ടാകുന്നുണ്ട് ഫിറോസ് ഖാന്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണലുണ്ട്. അങ്ങനത്തെ ഒക്കെ എനിക്ക് കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ കൂടുതലും ബ്ലോഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് വീഡിയോ. ടി ഫാമിലിന്റെ നല്ല അടിപൊളി വീഡിയോ. ആ താത്തല്ലോ മോളെ ഷെമിയെ, ആ താത്ത ചെക്കനൊക്കെ എല്ലാരും പറയാൻ എങ്ങനെയാണ് താത്തയും കുണ്ടൻ അത് ബാക്കി നാട്ടില് പല അർത്ഥങ്ങളും വരിക. അപ്പം ഇവിടെ അങ്ങനെ അല്ല കേട്ടോ വരിക. നിങ്ങള് വേറെ ഓരോ നാട്ടിലൊരു അർത്ഥങ്ങളാ വരിക അതിന്. അപ്പം എന്താ പറയാ, താത്തയും മോനോ അമ്മയും മോനോ ഇതൊക്കെ പറയലുണ്ട്. ഏതാണ് അറിയില്ല. ഏതായാലും പോലെ വീഡിയോസ് എങ്ങനെയുണ്ട്? അല്ലോ എനിക്ക് ഇഷ്ടം. താത്തുള്ളതും കൊണ്ട് ആ ചെക്കുള്ളതും കൊണ്ടാണ് എല്ലാരും പറയുന്നത്. പിന്നെ ഒരു കുട്ടി ഉണ്ട് അവർക്ക്, ഒരു ചെറിയൊരു മോള്. ഒരു നല്ല രസമാണ് അവര്. എണീച്ചാല് പോയി കെടുക്കുകയാണ് നല്ല രസമാണ്. അതെ അതെ, പൊലിച്ചൊക്കെ എണീച്ചില്ലേ. ഏതായാലും ഞാൻ ഈ ചെടിയും കാര്യങ്ങളൊക്കെ നനയ്ക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, ബെഡ്ഷീറ്റ് നന്നാക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളാണ് എനിക്ക് റെഡിയാക്കാനുള്ളത്. കാരണം ക്ഷമിക്കൊണ്ട് അത്രക്കല്ല ആവും. എല്ലാ പണികളെ കൊണ്ട് ഞാൻ എടുപ്പിക്കലില്ല. ഉണ്ടോ ക്ഷമേ? അതെന്തോ സംസാരം ഇനിയിപ്പോ എന്തും ശരിയില്ല. ഞാൻ പറഞ്ഞത് ഞാൻ യോജിക്കുന്നില്ല. അല്ല, ഞാൻ എല്ലാ പണിയും എന്നെ കൊണ്ട് എടുപ്പിക്കലുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ഇന്നാഞ്ഞ് നോക്കിയാലും പൊള്ളറിയോ, കണ്ണിന് നോക്കി പൊള്ളറിയോള്. നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അതിന് നിങ്ങളതായിട്ടുള്ള രീതിയിലുള്ള കമന്റ് ഇല്ല, അതൊന്ന് ചെയ്യ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ടി ഫാമിലിന്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാണ്ട്. ഇഷ്ടമാണോ ഇഷ്ടല്ലേ എന്തൊക്കെ മാറ്റങ്ങൾ. ഞങ്ങൾക്ക് ഏതായാലും പോലെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ ജിമേ? ഓക്കെ, അപ്പൊ ഏതായാലും ഞാൻ ഇതാക്കണ ഇൻഡോറിൽ ഉള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇൻഡോർ ചെടികൾ ഒന്നും പറയാനില്ല. ആകെ ഒരു ചെടിയായിട്ടല്ല, മറ്റേ ഇതാ ആർട്ടിഫിഷ്യലാണ്. ഇത് ഒറിജിനൽ ചെടിയാണ്. അപ്പൊ ഇത് നനക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ആവശ്യം സ്കൂൾ പറഞ്ഞേക്കണ്ടേ? വിളിച്ചാലോ, എണീപ്പിച്ചാലോ? അല്ല, എണീച്ചോട്ടെ, എപ്പോഴേ എണീച്ചോട്ടെ. വേണ്ട ഷെമ്മി, എണീച്ചോട്ടെ. പാവല്ലേ പാവല്ലേ ഷെമ്മി. ആയിഷനൊന്ന് വിളിച്ചോക്കട്ടെ ക്വിസ്. ആയിഷ എണീച്ചോ? പല്ല് ഒരു രക്ഷയില്ല. പല്ല് തേക്കാണ്ടാണ് ഇതാക്കണ ഉടുപ്പിട്ട് ഇങ്ങനെ നിൽക്കണം. എന്ത് പറയാൻ അവളോട്?
ഐശുവിന്റെ പൊതുപ്പാണല്ലത് ഐ ലവ് യു ഹാർട്ടിന്റെ ഈ സാധനം ഉണ്ടായിട്ട് ഇതാണ് ഐശുവിന് ഇഷ്ടം. ഐ ലവ് യു ബ്രഷ് ഇതാ പല്ലേപ്പിച്ചോളൂ. ആ പല്ല് തേക്കാം. എന്നിട്ട് കെട്ടാ, പല്ല് തേച്ചിട്ട് കെട്ടാ. അപ്പൊ എന്താ തേക്കാത്ത ദിവസമായിരിക്കും പല്ല് തേക്കാത്ത ദിവസം ഇന്ന് പല്ല് തേക്കണ്ടേ? ആൾക്കാർ കണ്ടാ എന്റെ ഫാൻസ് കണ്ടാ മോശാട്ടോ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ ഈ ഉടുപ്പ് എന്നാ ഇഷ്ടം. ഈ ഒരു ഉടുപ്പ്, ഈ ഉടുപ്പ് നല്ല അങ്ങനത്തെ ഗ്ലേസിംഗ് ഉള്ള ഈ ഒരു എന്താ ഇതിന്റെ ക്ലോത്തിന്റെ പേര് എനിക്കറിയില്ല. സാൽമൻ. സിൽക്കിന്റെ സാൽമൻ അല്ല, മറ്റേതായാലും ഫിഷിന്റെ പേരല്ലേ. വേറെന്ത് കരിയുണ്ടോ? കരിയുണ്ടോ? എന്നാ നമ്മ പല്ല് തേക്കാം. പല്ല് തേക്കാം. രാവിലെ എല്ലാ കുട്ടികളും ഇങ്ങനെയാണോ? ആവശ്യ മാത്രമേ ഉള്ളൂ ഇങ്ങനെ? അല്ലട്ടെ, ചില ദിവസം ഇങ്ങനെ, ചില ദിവസം അല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ആവശ്യമിന്റെ കഥ. ആവശ്യം ഈ പല്ല് തേക്കണം. പിന്നെന്താ സ്കൂളിൽ മാമിന്റെ അടുത്ത് പോണ്ടേ? മേമാട് പോണ്ടേ? മേമാടെ പോണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലേ ആവശ്യം? മേമാടെ പോണ്ടേ? വേണ്ട, ഇന്ന് പോണില്ല. ഇന്ന് പോകണ്ട കേട്ടോ. എന്നാല് കേട്ടോ. ആവശ്യം പോവോ? ഇന്ന് ആവശ്യം ഡാഡി ബീച്ച് പോവും അല്ലേ? ബീച്ച് പോവില്ലേ? വേണ്ടേ? പല്ല് കേക്കണ്ട? ബ്രഷ് ചെയ്യണ്ട? അയ്യേ. പക്ഷെ ആവശ്യം ബ്രഷ് ചെയ്യും കേട്ടോ. ആവശ്യം ബ്രഷ് ചെയ്യും. നിങ്ങൾ കണ്ടോളി. ആവശ്യം ബ്രഷ് ചെയ്യുന്നത് നിങ്ങൾ കാണണം. ആവശ്യം ബ്രഷ് ചെയ്യുന്നത് ഒരു കാണണല്ലോ. വാ ആവശ്യതാക്കണ വന്നിക്കണ. എടാ പിടിച്ച ഡ്രസ്സ് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ബ്രഷ് ചെയ്യുന്നത് അല്ലേ? ഡ്രസ്സ് കഴിച്ചിട്ടില്ല, ഡ്രസ്സിലാവും അല്ലേ? ഓക്കെ. ആവശ്യം ഡ്രസ്സ് കഴിച്ചിട്ടാണോ അല്ലെ ബ്രഷ് ചെയ്യുന്നത്? ക്ഷമിയായി ആവശ്യം ഡ്രസ്സ് കഴിച്ചിട്ടാണോ അല്ലെ ബ്രഷ് ചെയ്യുന്നത്? അതെ അതായത് നന്നായിരിക്കും. നല്ല തീരുമാനം ആവശ്യം, നല്ല തീരുമാനം. ഓക്കെ. അപ്പൊ ഏതായാലും ഇങ്ങനെ കാണാം. അപ്പൊ ഏതായാലും ഞാൻ ആശുവിനെ ഡ്രസ്സൊക്കെ കഴിപ്പിച്ച് ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്. ഓട് ഉത്തരവാദിത്തം എന്നൊക്കെ പറയാം. നിങ്ങൾ കാര്യമാക്കണം. എനിക്ക് ഇന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും. എന്ത് അല്ല, ഞാനാ കുളിപ്പിക്കുന്നേ കാര്യോ. അപ്പോഴേക്കും ക്ഷമി ഏതായാലും ഫുഡൊക്കെ സെറ്റ് ആക്കട്ടെ. പിന്നെ അടുപ്പത്താക്കിയോ? കുക്കറിലാക്കിക്കല്ലേ സാധനങ്ങളൊക്കെ സെറ്റ്. അപ്പൊ ഏതായാലും ഞങ്ങള് ഫുഡുകളൊക്കെ സെറ്റ് ആക്കട്ടെ. എന്നിട്ട് ഞാനും ഒന്ന് കുളിച്ച് മാറ്റിയിട്ട് വിരുന്നാർ വരുന്ന സമയത്ത് കാണല്ലേ ക്ഷമേ അല്ലേ? ഓക്കെ. അപ്പം ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കുളിക്കുകയൊക്കെ ചെയ്ത് സെറ്റ് ആകട്ടെ. പീസ് ആവശ്യതാക്കണ ഡ്രസ്സൊക്കെ കഴിച്ചതാക്കണ പല്ല് തേക്കുകയാണ് ഗൈസ് അല്ലേ അശു? ഡാഡ തേച്ചിട്ടുണ്ട്. ആവശ്യം തന്നെ തേക്ക. ആവശ്യന്റെ എല്ലാ പരിപാടിയും ആവശ്യം തന്നെ എടുക്കുന്ന കുളിക്കലും ഒറ്റക്കല്ലേ അല്ലേ? അതിലൊന്നുകൂടി ഇന്നൊന്ന് കഴിച്ചിലാക്കി തരുമോ? ബൈ പറഞ്ഞാള്. ബൈ. സീ യു.